നമ്മുടെ സുഗന്ധവിളയായ കുരുമുളക് കർഷകർക്ക് സുഗന്ധം മേകാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇന്ന് കുരുമുളകിന് വിലയുണ്ട്. അപ്പോൾ കുരുമുളകിനൊക്കെ വേണ്ട രീതിയിൽ പരിചരിച്ച് നമ്മുടെ ജീവിതമാർഗത്തിൻ്റെ ഒരു കണ്ണിയാക്കി കോർത്തിണക്കുക എന്നതാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. കുരുമുളകിൻ്റെ ചില പരിചരണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ഈ കുരുമുളക് വള്ളിയിൽ വേനലിലുണ്ടാകുന്ന മഴയും വർഷത്തിലുണ്ടാകുന്ന മഴയിലൊക്കെ ഇതേപോലെ വള്ളികളിങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അറുത്ത് ഒഴിവാക്കി കൊടുക്കുക. ഇതുപോലെ വള്ളികൾ വരുമ്പോൾ ഇതിൻ്റെ ഇതുവരെ കണ്ണിയുണ്ട് ഉണ്ടല്ലേ, ഇത് ഇപ്പോൾ നമ്മൾ കായ്ക്കുന്ന കണ്ണിയാണ്. അപ്പോൾ ആ കണ്ണി ഒഴിവാക്കിയിട്ട് ഇവിടെ മുറിച്ചിട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഇവിടെ വരെ കണ്ണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഇങ്ങോട്ട് കണ്ണി വരികയില്ല. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇത് നീണ്ട് താഴേക്ക് പോവുകയാണ്. അപ്പോൾ അത് കുരുമുളകിന് ദോഷമാണ്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇത് കണ്ടോ, കണ്ണി ഒരു കണ്ണി, രണ്ട് കണ്ണി, പിന്നെ ഇങ്ങോട്ട് കണ്ണിയില്ല. പിന്നെ കണ്ണിയില്ലാതെ ഇങ്ങനെ നീണ്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്താലും പിന്നെ വീണ്ടും ഇവിടുന്നൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ കാലിലും വള്ളിയിലും ഇതേപോലെ കാണും. ഇതുണ്ടോ, ഇവിടം വരെ കണ്ണിയായി, പിന്നെ ഇങ്ങോട്ട് നീണ്ടു വരും. അപ്പോൾ ഈ പരിചരണ രീതി നമ്മൾ കുരുമുളകിൽ മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ്. നമ്മൾ വിട്ടുപോകരുത്. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നാകെ കാടും പൊന്തയായിട്ട് കുരുമുളക് കായ്ഫലം ഉണ്ടാവില്ല. പിന്നെ കാടും പൊന്തയായിട്ടൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ കുരുമുളകിന് വേണ്ട ഈ പരിചരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.